നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള നടിമാർ. അഭിനയശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാള സിനിമയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച കുറച്ചു മലയാള നടിമാരിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മലയാള സിനിമയുടെ തുടക്കകാലത്ത് നായികയായിരുന്ന സുന്ദരിയായ നടിയായിരുന്നു മിസ് കുമാരി. മുടിയനായ പുത്രൻ, പാടാത്ത പൈങ്കിളി, നല്ല തങ്ക, നീലക്കുയിൽ, ഹരിചന്ദ്ര, സ്നാപക യോഹന്നാൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച നടിയാണ് മിസ് കുമാരി. അടുത്തത് ഷീലയാണ്. ഡോക്ടർ, കളക്ടർ, മാലതി, രമണൻ, നാടൻ പെണ്ണ്, കാപാലിക, ശരപഞ്ചരം, തുമ്പോലാർച്ച, അകലെ, മനസ്സിനക്കരെ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ഷീലയും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ശാരദയാണ്. തെലുങ്കാനയിൽ നിന്നും വന്ന നടിയാണ് ശാരദയെങ്കിലും തുലാഭാരം, സ്വയംവരം, ത്രിവേണി, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം തുടങ്ങിയ മലയാള സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച നടിയാണ് ശാരദ. മാധവിക്കുട്ടി, ഗായത്രി, ആരാധിക, ഏണിപ്പടികൾ, അഴകുള്ള സെലീന തുടങ്ങിയ മലയാള സിനിമകളിലൂടെ ജയഭാരതിയും നമ്മളെ വിസ്മയിപ്പിച്ച നടിയാണ്. ഭദ്രകാളി, സ്വപ്നാടനം, അയൽക്കാരി എന്നീ സിനിമകളിലൂടെ റാണിചന്ദ്രയും, ചോറ്റാനിക്കര അമ്മ, ഓർമ്മകൾ മരിക്കുമോ, പാദസരം, ഉൾക്കടൽ, ശാലിനി എൻ്റെ കൂട്ടുകാരി, അണിയാത്ത വളകൾ എന്നീ സിനിമകളിലൂടെ ശോഭയും, ചട്ടക്കാരി, സിന്ധു, ചട്ടമ്പി കല്യാണി, രാഗം, താളം തെറ്റിയ താരാട്ട്, താരാട്ട്, ആട്ടക്കലാശം എന്നീ സിനിമകളിലൂടെ ലക്ഷ്മിയും, അപൂർവ രാഗങ്ങൾ, ഇന്നലെ, ആരാൻ്റെ മുല്ല, കൊച്ചുമുല്ല, ആദാമിൻ്റെ വാരിയല്, ദൈവത്തിൻ്റെ വികൃതികൾ എന്നീ സിനിമകളിലൂടെ ശ്രീവിദ്യയും, നീലപ്പൊന്മാൻ, ആരവം, അമരം, ഗോഡ്ഫാദർ, കടിഞ്ഞൂൽ കല്യാണം, ശാന്തം, തനിയെ, വെങ്കലം, കനൽക്കാറ്റ് തുടങ്ങിയ സിനിമകളിലൂടെ KPSC ലളിതയും നമ്മളെ ഏറെ വിസ്മയിപ്പിച്ച നടിമാരാണ്. അവളുടെ രാവുകൾ, അർച്ചന ടീച്ചർ, ആരുടം, അക്ഷരം, ആൾക്കൂട്ടത്തിൽ തനിയെ, ഒരു തെറ്റിൻ്റെ കഥ തുടങ്ങിയ സിനിമകളിലൂടെ സീമയും, ഓർമ്മയ്ക്കായി, നവംബറിൻ്റെ നഷ്ടം, ഒരു വടക്കൻ വീരഗാഥ, ആകാശദൂത് തുടങ്ങിയ സിനിമകളിലൂടെ അന്യഭാഷാ നടിയാണെങ്കിലും മാധവിയും, രണ്ട് പെൺകുട്ടികൾ, ഉൾക്കടൽ, ശാലിനി എൻ്റെ കൂട്ടുകാരി, യവനിക, ചില്ല് തുടങ്ങിയ സിനിമകളിലൂടെ ജലജയും, നീലത്താമര, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ചേക്കേറാനൊരു ചില്ല, ഏദൻ തോട്ടം, അർച്ചന ടീച്ചർ തുടങ്ങിയ സിനിമകളിലൂടെ അംബികയും, പഞ്ചാഗ്നി, ആവനാഴി, ഗീതം, സുഗമോദേവി, ക്ഷമിച്ചു എന്നൊരു വാക്ക്, ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകളിലൂടെ ഗീതയും, മഴവിൽ കാവടി, തലയണ മന്ത്രം, പൊന്മുട്ടയിടുന്ന താറാവ്, ഭരതം, വെങ്കലം, അച്ചുൻ്റെ അമ്മ, മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലൂടെ ഉർവശിയും, കാണാമറയത്ത്, യാത്ര, ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇന്നലെ, രംഗം, അനന്തരം, തേന്മാവിൻ കൊമ്പത്ത്, മണിച്ചിത്രത്താഴ്, മകൾക്ക് എന്നീ സിനിമകളിലൂടെ ശോഭനയും, പോക്കുവെയിൽ, കളിപ്പാട്ടം, നാരായൺ, കാബൂളിവാല, ഇഷ്ടം, കണ്ണകി എന്നീ സിനിമകളിലൂടെ കൽപ്പനയും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള നടിമാരാണ്. സല്ലാപം, ഈ പുഴയും കടന്ന്, തൂവൽ കൊട്ടാരം, കന്മദം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ഹൗ ഓൾഡ് ആർ യു എന്നീ സിനിമകളിലൂടെ മഞ്ജു വാര്യരും, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, അനിയത്തിപ്രാവ്, കളിയൂഞ്ഞാൽ തുടങ്ങിയ സിനിമകളിലൂടെ ബേബി ശാലിനിയും, നിറം എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക്, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നീ സിനിമകളിലൂടെ ജോമോളും, മഴ, മേഘമൽഹാർ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ തുടങ്ങിയ സിനിമകളിലൂടെ സംയുക്ത വർമ്മയും, തെങ്കാശിപ്പട്ടണം, വാൾക്കണ്ണാടി, കണ്ണകി, അകലെ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ സിനിമകളിലൂടെ ഗീതു മോഹൻദാസും നമ്മളെ ഏറെ വിസ്മയിപ്പിച്ചിട്ടുള്ള നടിമാരാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, ഭൂതകണ്ണാടി, ജീവൻ മസായി, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, മീശ മാധവൻ, ഗദ്ദാമ തുടങ്ങിയ സിനിമകളിലൂടെ കാവ്യ മാധവനും, കസ്തൂരിമാൻ, പാടമൊന്നോ ഒരു വിലാപം, ഒരേ കടൽ എന്നീ സിനിമകളിലൂടെ മീര ജാസ്മിനും, പലേരി മാണിക്യം, സോൾട്ട് പെപ്പർ, പരദേശി എന്നീ സിനിമകളിലൂടെ ശ്വേതാമേനോനും, നന്ദനം, ഇഷ്ടം, കുഞ്ഞിക്കൂനൻ, സൈറ തുടങ്ങിയ സിനിമകളിലൂടെ നവ്യ നായരും, ഋതു, നീലത്താമര, നിദ്ര തുടങ്ങിയ സിനിമകളിലൂടെ റീമ കല്ലിങ്കലും, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി, ടേക്ക് ഓഫ് എന്നീ സിനിമകളിലൂടെ പാർവതി തിരുവൂത്തും, നേരം, ഓം ശാന്തി ഓശാന, സലാല മൊബൈൽസ്, ബാംഗ്ലൂർ ഡേയ്സ്, കൂടെ എന്നീ സിനിമകളിലൂടെ നസ്രിയയും, ആർട്ടിസ്റ്റ് എന്ന ഒറ്റ സിനിമയിലൂടെ ആൻ അഗസ്റ്റിനും, അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ഒറ്റ സിനിമയിലൂടെ രജീഷ വിജയനും, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ഈട എന്നീ സിനിമകളിലൂടെ നിമിഷ സജയനും നമ്മളെ ഏറെ വിസ്മയിപ്പിച്ചിട്ടുള്ള നടിമാരാണ്. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെൽ ഐക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പ്രോഗ്രാമുകളുമായി, ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.